അതെ, ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, നമുക്കിന്നൊരു അടിപൊളി ബീഫ് റോസ്റ്റിന് റെസിപ്പി കണ്ടാലോ. ഇന്ന് നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കി തരുന്നത് എൻ്റെ അച്ചാച്ചിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബീഫ് വേവിച്ചെടുക്കുക. ബീഫ് നന്നായിട്ട് വെന്ത് അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചുവന്നുള്ളി നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവ് കണ്ടു. അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി എണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആ പൊടികളിലേക്ക് പച്ചമണം നന്നായിട്ട് മാറി വരണം. അങ്ങനെ മസാല നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് കുറേശ്ശെയായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ മസാലകളെല്ലാം തന്നെ മൊത്തം ബീഫിലും പിടിക്കും. അങ്ങനെ ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബീഫിൻ്റെ അവസാന ഭാഗത്താണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതായത് ബീഫ് കഴിക്കുമ്പോൾ നമുക്ക് ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടണം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. നമ്മളങ്ങനെ ഈ തീ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ബീഫ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ ബീഫ് എന്തുമാത്രം വഴണ്ട് മുരിഞ്ഞ് വരുന്നോ അത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ബീഫ് റോസ്റ്റിന്. അങ്ങനെ നമ്മുടെ ബീഫ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നോക്കി, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ക്രിസ്മസിന് ഇതായിരിക്കട്ടെ നിങ്ങളുടെ സ്പെഷ്യൽ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.